രാവിലെ ഒന്നും വെച്ച് താമസിപ്പിക്കുന്ന ഒരു രീതി നമ്മളുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇപ്പോൾ നിലവിലില്ല. അതായത് ഇന്ന് അവതരിപ്പിച്ച ബജറ്റിൽ വിസ്മയങ്ങളൊന്നും കാണുന്നില്ല. അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ബജറ്റാണെന്നും അതുമാത്രമല്ല വ കഴിഞ്ഞ നിയമസഭയിൽ ധവളപത്രം അവതരിപ്പിച്ചിരുന്നല്ലോ. അതും ഇത് രണ്ടും വെറും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അതിന് കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി ഇന്നിതാ വി.ഡി. സതീശൻ വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന് കൊടുത്ത ആ സംശയങ്ങളോ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷനും? ബഡ്ജറ്റും കഴിഞ്ഞ് അത് കഴിഞ്ഞൊരു പത്രസമ്മേളനവും കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടുത്തെ സഖാക്കളുടെ വായെല്ലാം അടച്ചൊരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് ബഡ്ജറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ക്യാപ്സ്യൂളുകളായിട്ട് കുറേ സഖാക്കന്മാർ ഇറങ്ങിയതാണ്. ആരെയും കാണുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, മാധ്യമങ്ങളുടെ മുന്നിലേക്ക് വന്നിരുന്നിട്ട് ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യമാണ്, ഞങ്ങളുടെ നവകേരള സദസ്സ് നശിപ്പിച്ച വി.ഡി. സതീശൻ, ഞങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് ബ്ലൂ പ്രിന്റ് ഒന്നുമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയി. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്. വി.ഡി. സതീശൻ അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. കൃത്യമായിട്ട് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മറുപടി കൊടുത്തു. കയ്യിൽ പൈസ എടുക്കാനില്ലാത്ത സമയത്താണ് ഈ ബഡ്ജറ്റ് പ്രഖ്യാപിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം നാട് വിട്ടു പോകുകയാണ്. വി.ഡി. സതീശൻ പറഞ്ഞു ഓർക്കണം, കേരളത്തിലെ യുവജനത മൊത്തം തൊഴിലില്ലാതെ, പഠിക്കാൻ നല്ല കോഴ്സ് ഇല്ലാതെ തെരാപ്പാര തെണ്ടി നടക്കുകയാണ്. വിദേശ രാജ്യത്തേക്ക് നാട് വിട്ടു പോകുന്ന യുവാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ യുവാക്കളെ കേരളത്തിൽ പിടിച്ചു നിർത്തണം. കേരളത്തിൽ യുവാക്കളെ പിടിച്ചു നിർത്തണമെങ്കിൽ എന്ത് വേണം? കൊടുക്കാൻ തൊഴിൽ വേണം. എവിടെ നിർത്തി വെച്ച് കൊടുക്കും? ഒരു സർക്കാരിന് കൊടുക്കാൻ കഴിയുന്നതാണോ തൊഴിൽ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും സർക്കാർ ജീവനക്കാരാകുമല്ലോ. അപ്പോൾ അതാണ് വി.ഡി. സതീശൻ ചോദിക്കുന്നത്, എവിടുന്ന് എടുത്തു വെച്ച് കൊടുക്കും ഞങ്ങൾ തൊഴിൽ? കേരളത്തെ 25 വർഷത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോകാനാണോ? അതായത് പിണറായി സർക്കാർ ഭരിച്ചതുപോലെ 25 വർഷത്തേക്ക് പുറകിലേക്ക് കൊണ്ടുപോകാനാണോ? 25 വർഷത്തേക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത് എന്ന് ആർജവത്തോടെ പറഞ്ഞു. പിണറായി വിജയന്റെ വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടികൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ വന്നിരുന്ന് വളരെ ആർജവത്തോടെ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടുത്തെ യുവാക്കൾക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. തൊഴിലില്ല. പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഡിഗ്രി പഠിച്ചിറങ്ങിയവനും PG പഠിച്ചിറങ്ങിയവനും ഡെലിവറി ഓടാൻ പോകുന്ന സാഹചര്യമാണുള്ളത്. ഡെലിവറിക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഡെലിവറി പോകാൻ വേണ്ടിയിട്ട് ഡിഗ്രിയും PhDയും റിസർച്ചും ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. ആ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. അപ്പോൾ കേരളത്തിൽ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്തണം. ഇപ്പോൾ സാറ്റലൈറ്റ്, ഇപ്പോൾ നമുക്കറിയാം ബഹിരാകാശത്തേക്ക് ഇവിടുത്തെ ഓരോ പ്രൈവറ്റ് കമ്പനികൾ റോക്കറ്റ് വിടുന്ന കാലഘട്ടമാണ്. $1 ട്രില്യൺ മാത്രം അക്കൗണ്ടിലുള്ള ഒരാളുണ്ട്, നമുക്കറിയാം. അപ്പോൾ ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇതൊന്നും പ്രൈവറ്റൈസേഷൻ ചെയ്യാൻ പാടില്ല. അതിലും വി.ഡി. സതീശൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ബഡ്ജറ്റിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു എന്ന്. എല്ലാവരുടെയും ആഭിമുഖ്യത്തിൽ നടത്തുമെന്നാണ് പറഞ്ഞത്. കാരണം വെളിയിൽ നിന്നും പണം വരണ്ട, സർക്കാരിന് ഒറ്റയ്ക്കെടുത്ത് സർക്കാരിൽ നിന്നും മാത്രം പണം കണ്ടെത്തി ചെയ്യാൻ കഴിയുന്ന പരിപാടികളാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലാണ് ISRO നിലനിൽക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിസർച്ച് സെൻ്ററാണ് സ്പേസിലേക്ക് ബഹിരാകാശ യാത്ര പോകുന്ന സ്പേസ് റിസർച്ച് സെൻറ്റർ. അപ്പോൾ അവിടെ ഇതുമായി ബന്ധപ്പെട്ടൊരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടും പുതിയ കുട്ടികൾക്ക് ഇപ്പോൾ എന്താണെങ്കിലും ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് റോക്കറ്റ് അയക്കുന്ന കാലഘട്ടത്തിൽ ആ കമ്പനിയുടെ ടേൺ ഓവർ എങ്ങനെയാണ് വർദ്ധിച്ചതെന്ന് നമുക്കറിയാം. കാരണം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ്, പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. അതിപ്പോഴത്തേക്കിനല്ല, വരാൻ പോകുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ജെൻസി എന്ന് പറയുന്ന തലമുറയുണ്ടല്ലോ, അവർ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ കോഴ്സുകൾ, കാരണം ഒരുപാട് പണം തരുന്ന സാലറി കിട്ടുന്ന ജോബുകൾ അങ്ങനെയൊക്കെയായി മാറി. പണ്ട് നമുക്ക് ഡിഗ്രി കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും നല്ല സ്ഥാപനത്തിൽ ജോലിക്ക് കയറാമായിരുന്നു, അല്ലെങ്കിൽ PG എടുത്തു കഴിഞ്ഞാൽ നല്ല സ്ഥാപനത്തിൽ ജോലിക്ക് കയറാമായിരുന്നു. ഇന്ന് അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. കുപ്പത്തട്ടിലേറിയാം. കേരളത്തിൽ പഠിച്ചിറങ്ങിയ 10 പേരിൽ 8 പേർക്കും PG ഉണ്ടായിരിക്കും. ചിലപ്പോൾ പഠിച്ചിറങ്ങാത്തവർക്ക് 2 പേർക്കും ജോലി ഉണ്ടാകും. പഠിച്ചിറങ്ങിയ 8 പേരും തൊഴിലില്ലാതെ സമൂഹത്തിൽ നിൽക്കേണ്ട ഒരു അവസ്ഥയിലാണ്. എന്തിനാണ് ഇതെല്ലാം പഠിക്കുന്നത് നമ്മൾ ആലോചിക്കണം. ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബെറ്റർ ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 28, 30 വയസ്സ് വരെ പഠിച്ചിട്ട് 28, 30 വയസ്സ് വരെ പഠിച്ചിട്ട് PGയും റിസർച്ചും ഉണ്ടായിട്ട് പണിയില്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്നവൻ്റെ വേദന,
അത് മനസ്സിലാക്കുന്ന ഒരു സർക്കാരായിരിക്കണം ആ വിധത്തിൽ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വയനാട്, അവിടെ ചേർത്ത് പിടിക്കലും വേണം, സാധാരണപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിക്കലും വേണം. അപ്പം അതേപോലെ തന്നെ വയനാട് ഒരു ട്രൈബൽ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കാരണം അവരുടെ കയ്യിലുള്ള ഒരുപാട് അറിവുകളുണ്ട്. ഇപ്പോൾ വയനാട് വനമേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ട്രൈബ് വിഭാഗത്തിൻ്റെ കയ്യിൽ ഒരുപാട് നമുക്കറിയാം, പലപ്പോഴും കാട്ടിലേക്കൊക്കെ ചില ചികിത്സാ രീതികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കാൻ പോകുന്ന ആളുകൾക്കറിയാം, ഒരുപാട് വൈവിധ്യങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ് കാട് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അവിടെയുള്ള ജനങ്ങൾക്കും അവിടെ പോയി പഠിക്കാനും വേണ്ടിയിട്ട് ട്രൈബൽ യൂണിവേഴ്സിറ്റികൾ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് വരുന്നത്. അത് മാത്രമല്ല, സർക്കാർ പറയുന്നത് ആരോഗ്യ മേഖലയെ വ്യത്യസ്ത രീതിയിലേക്ക്, കാരണം ഇന്ന് പിണറായി വിജയൻ ചികിത്സിക്കാൻ വേണ്ടി അമേരിക്കയിലേക്ക് ഓടുന്നു, അതേപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ചികിത്സയ്ക്ക് വരണം. ആ രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള തുടക്കമാണ്. കാരണം ചികിത്സയ്ക്ക് വേണ്ടിയിട്ട്, പഠനത്തിന് വേണ്ടിയിട്ട്, അതും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ന് നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അമേരിക്കയിലേക്കും UK പോകുകയാണെങ്കിൽ നാളെ UK നിന്നും അമേരിക്കയിൽ നിന്നും പഠിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരണം. ആ രീതിയിലേക്ക് സംസ്ഥാനത്തെ മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ വേണമെന്നാണ് പറയുന്നത്. ഈ ചേർത്ത് പിടിക്കലിന്റെ കാര്യം രാഹുൽ പറഞ്ഞപ്പോൾ എനിക്ക് വേറെ കാര്യം ഓർമ്മ വന്നത്, അതായത് 2024 നാദാപുരം വിലങ്ങുപാറയിൽ ഒരു ഉരുളുപൊട്ടൽ ഉണ്ടായിരുന്നു, അറിഞ്ഞു കാണുമല്ലോ. ഇപ്പോൾ അവിടെ ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും ഒരുപാട് ലക്ഷം അല്ലെങ്കിൽ കോടി രൂപയുടെ നാശനഷ്ടങ്ങളാണ് അവിടെ ഉണ്ടായത്. 5 മന്ത്രിമാർ, ഒരുപാട് ഉന്നത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം സന്ദർശിച്ചിട്ടും വിലങ്ങുപാറ എന്ന ഒരു പ്രദേശത്തിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കാതെയാണ് LDF സർക്കാർ ഇറങ്ങിപ്പോയത്. ഇപ്പോൾ അതിനു വേണ്ടി മാത്രം, അല്ലെങ്കിൽ വിലങ്ങുപാറയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പുനരുജ്ജീവന് വിലങ്ങുപാറ പാക്കേജ് ഈ ഒരു ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത് LDF സർക്കാർ ചെയ്യാതെ പോയതാണ്. ഈ UDF സർക്കാർ ഇവർ ചെയ്യാതെ ബാക്കി വെച്ചതാണ് ഇപ്പോൾ ഈ ഒരു ബജറ്റിലൂടെ ചെയ്തു വെക്കുന്നത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്നത്. അല്ല, പ്രഖ്യാപിക്കുന്ന മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു ഭാവി തലമുറയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഏകദേശം ഒരു 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തൊഴിലില്ല, പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പഠനത്തിന് ഒരു വിലയുമില്ലാത്ത കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ 25 വയസ്സായ യുവാക്കൾക്കെല്ലാം അറിയാം, 24-25 വയസ്സായിട്ടുള്ള എല്ലാവരും ഡെലിവറി ഓടാൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പം നഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി രാത്രി ഡെലിവറി ഓടിയിട്ടാണ് നഴ്സിംഗ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അവിടെയൊക്കെ കൊടുക്കേണ്ട പണം എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. വലിയൊരു തുക കൊടുത്തിട്ടാണ് ഇവരെല്ലാം ഓരോ കാര്യങ്ങളും പഠിക്കാൻ പോകുന്നത്. അതേപോലെ കെയർ പുതിയ കോഴ്സാണ്. അപ്പോൾ അതായത് വയോജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു വകുപ്പുണ്ടാക്കി. അപ്പോൾ ആ വകുപ്പുമായി ബന്ധപ്പെടുത്തി അവർക്ക് സംരക്ഷണം എങ്ങനെ കൊടുക്കണം, അവരെ എങ്ങനെ കെയർ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ പുതിയ കോഴ്സുകൾ അവർക്ക് ട്രെയിൻ കൊടുത്ത് പുതിയ തൊഴിൽ മേഖല സൃഷ്ടിക്കാനുള്ള ഒരു വകുപ്പ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്ത ഐഡിയകളിലൂടെയാണ് VD സതീശൻ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു ഭാവി കേരളത്തെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതികളാണ്. ഇതിനെ രാഷ്ട്രീയപരമായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ, നമ്മൾ ഏറ്റവും ഹാസ്യാത്മകമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇവര് പുഷ്പനെ അറിയാമോ, നമ്മുടെ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന പുഷ്പനുണ്ടല്ലോ, അദ്ദേഹം എന്തിനായിരുന്നു സമരം ചെയ്തത്? സ്വാശ്രയ കോളേജുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് എന്താണ് നടക്കുന്നത്? സ്വാശ്രയവൽക്കരണമാണ്. അവരുടെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സ്വാശ്രയവൽക്കരണം നടന്നില്ലേ? അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് മാറാൻ കഴിയണം. അല്ലാതെ പ്രൈവറ്റൈസേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തോ നശിച്ചു പോകും. ഇവിടെ കമ്പ്യൂട്ടറിനെതിരെ അല്ലെങ്കിൽ എയർപോർട്ടിനെതിരെ സമരം ചെയ്ത അല്ലെങ്കിൽ കൊടികുത്തി സമരം ചെയ്ത ഒരു ചരിത്രമുണ്ട്. പക്ഷേ കാലചക്രം തിരിഞ്ഞതിന് ശേഷം അതിന് അല്ലെങ്കിൽ ഈ 2 മേഖലയിലും ഇവരുടെ ഏറ്റവും കൂടുതൽ സഹകളെ കുത്തിത്തിരിക്കുന്നത് ഈ 2 മേഖലകളിലാണ്. നമ്മൾ സാമ്പത്തികം, കേരളത്തിന്റെ സാമ്പത്തികം എങ്ങനെയാണ്? ഏറ്റവും കൂടുതലും പണം വന്നുകൊണ്ടിരുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഇതെല്ലാം നിന്നു. ഇന്ന് പണം വരാൻ വലിയ സോഴ്സുകളൊന്നുമില്ല. സർക്കാർ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ടാക്സ് കൂട്ടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് വലിയ വലിയ വികസന പ്രവർത്തനങ്ങൾ വരണമെങ്കിൽ ബിസിനസ്സുകൾ വരണം. അപ്പം ബിസിനസ്സുകൾ വരണമെങ്കിൽ കേരളത്തിൽ കൊടുക്കാൻ ഭൂമിയില്ല. അതിന് വേണ്ടുന്ന ഭൂപരിഷ്കരണം വരെ നടത്തുമെന്നാണ് VD സതീശൻ പറയുന്നത്. അത്ര വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ്. ഇപ്പോൾ ഇതിനകത്ത് സർക്കാർ
അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനുവേണ്ടി പ്രത്യേക വകുപ്പുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ, അത് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ വലിയൊരു മാറ്റമായിരിക്കും കേരളത്തിന് വരാൻ പോകുന്നത്.